8 ടാസ്കുകൾ, 3 കണ്ടസ്റ്റൻസ്, 5 കിലോമീറ്റർ റേഡിയസിൽ വൈകുന്നേരം 5 മണിക്ക് മുന്നേ എത്തിയില്ല ഡിസ്ക്വാളിഫൈഡ്. നിങ്ങൾ എല്ലാവരും 5 മണിക്ക് തന്നെ തിരിച്ച് റിസോർട്ടിൽ എത്തിച്ചേരണം. ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു. ഈ ചിരിയൊക്കെ അറിയാം ഞങ്ങൾക്ക്. ലൈക്ക് നമ്മൾ പറഞ്ഞ കണക്കൊന്നുമല്ല, വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കയറി പോകണം. ഒരു കിടുക്ക് ട്രിപ്പ് വന്നിട്ടുണ്ട്. എന്റെ ചക്കക്കുടം ട്രിപ്പ് എവിടെയാണ് നിൽക്കാൻ പോകുന്നത്? നമ്മള് മൂന്നാറിൽ പോകുന്നത്. മൂന്നാർ വഴി കൊടൈക്കനാൽ. അപ്പൊ നമുക്ക് പോണ വഴിയിൽ എവിടെ വെച്ച് കാണാം. സോ എല്ലാരും പോയി വീഡിയോ കണ്ട് പൊടിച്ച് എല്ലാം ലൈക്ക് സബ്സ്ക്രൈബ്. നമ്മുടെ സൈലൻസ് ആണ് ചെറിയ പണി കിട്ടി. വേറൊന്നുമല്ല, നല്ലൊരു ഗട്ടറായിരുന്നു ഇറങ്ങിയതും. ക്ലിപ്പ് പൊട്ടിപ്പോയി. പിന്നെ ഞാൻ എന്താ അപ്പുറത്തൊരു വീട്ടിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ട് കുറച്ച് കെട്ട് കമ്പിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, കമ്പി വെച്ചിട്ട് വലിച്ചു കെട്ടിയാൽ പോകും. നമ്മൾ ഒരുവിധം അങ്ങനെ വണ്ടിയുടെ സൈലൻസർ സെറ്റ് തന്നെ അടുത്ത വർക്ക്ഷോപ്പിൽ കയറിയിട്ട് അല്ലെങ്കിൽ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കയറിയിട്ട് ഒരു സ്പോട്ട് അടിച്ച് സെറ്റായിട്ട് പോവാം. കച്ചവടം അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ സെറ്റ് ചെയ്ത് പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഇത് പൊട്ടിപ്പോലെന്ന് വിശ്വസിക്കുക. നമ്മളെ ചേട്ടനാണ് സെറ്റ് ഹെൽപ്പ് ചെയ്തത്. പൊട്ടിപ്പോകില്ല പിന്നെ അല്ല, ചേട്ടന് ഉറപ്പുണ്ട്, ഗ്യാരണ്ടി. താങ്ക് യു ഹിന്ദിക്കാരൻ, ബൈ. അപ്പോൾ നമ്മള് ട്രിപ്പ് കണ്ടിന്യൂസ്. റോഡൊക്കെ ഉള്ള നല്ല രസമുണ്ട്. നമുക്ക് കിടത്തി എടുക്കാൻ രസമുണ്ട്. വഴി തെറ്റിപ്പോയി. പൊളി റോഡല്ലേടാ. പിന്നെ വഴി തെറ്റിയാ. One eternity later. നമുക്ക് ആകെ നമുക്ക് എത്ര കിലോമീറ്റർ അവിടെ വരാം? 170. നമുക്ക് സൂര്യനില നമ്മള് ദമ്മനത്ത് നിന്ന് ഒരു 140 കിലോമീറ്റർ അടിച്ചേ ഉള്ളൂ. റൈഡർ നീ ഞാൻ ടൂർ ഓപ്പറേറ്റ് ചെയ്തത്. കൊച്ചിന്ന് 145 കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളൂ സൂര്യൻ. തീർച്ചയായും. നമ്മൾ ഓൾറെഡി ഇപ്പൊ തന്നെ 150 എത്ര കിലോമീറ്റർ അപ്പഴേ ബാക്കി കിലോമീറ്റർ ഇനിയുണ്ട് 70 കിലോമീറ്റർ എന്ന് പറയുന്നത്. ബാക്കി കിലോമീറ്റർ അവിടെ പോയി. നമുക്ക് ഇത്ര വഴി തെറ്റി എത്ര തവണ എത്ര കിലോമീറ്റർ അല്ലേ? ഈ മല സ്ഥലത്ത് അകത്ത് കേരളത്തിലൂടെ ബാക്കി എന്റെ പൊന്നു വെച്ചാമാരെ. ഒടുവിൽ നമ്മള് സ്ഥലത്തെത്തി. നമ്മളാണ് ഫസ്റ്റ് എത്തിയെന്ന് തോന്നുന്നത്. വേറെ കാണാനില്ല. നമ്മൾ ഗൂഗിളിൽ നോക്കി വന്ന വഴിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വരാൻ കൊതിക്കാത്ത വഴിയാണ്. ഓഫ് റോഡ് എന്നൊന്ന് പറഞ്ഞാൽ പോലും അന്യായ ഓഫ് റോഡ്. എങ്ങനെയുണ്ടായിരുന്നു നോക്കൂ. അയ്യോ, വരുന്നെങ്കിൽ 2 ഇതുണ്ടല്ലേ, തലയാണ വെച്ചിട്ട് ഈ കല്ലൊക്കെ ഇത്രയുള്ള മതക്കാൻ കല്ലൊക്കെ ഇളകി കിടക്കുന്ന ഒരു വഴി. ഞങ്ങൾക്ക് മുമ്പേ വന്ന 2 പേരെ കാണാനില്ല, കാർത്തിനെയും ഇതിനെയും. ഞങ്ങളെ പറയുന്നവരെയും കാണാനില്ല. എന്തായാലും അതല്ല കോമഡി, ഇവിടെ ആരെയും കാണുന്നില്ല. ഇവിടെ ആരെയും കാണുന്നില്ല. അയ്യോ, അങ്ങനെ നമ്മള് ഇതിപ്പോ എവിടെ സ്ഥലം? സൂര്യനെല്ലി ബംഗ്ലാവില് ഞങ്ങൾ നേരത്തെ എത്തി. ഇവരുടെ ഇപ്പൊ എത്തി. നിങ്ങൾ ആരാണെങ്കിലും വരുമ്പോ ഇതുപോലത്തെ ഇതിനെക്കാട്ടി ഭേദം ഗൂഗിളെ വെച്ചാണ്. എന്റെ അമ്മ ഇപ്പൊ ഉറക്കഴിച്ചാണ്. പക്ഷെ രക്ഷയാണ് കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു. അന്യായി രാത്രി വന്നപ്പോഴേ ബ്ലാക്ക് ഔട്ട് അല്ലേ? ഇപ്പൊ അതാ ക്യാമറ കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. നമ്മളപ്പോ ഇവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാൻ ഒരു ഇൻട്രസ്റ്റ് ഒരു സംഭവം കാണിച്ചു. ഈ തമിഴ്നാട്ടിലെ ആർക്കും മാസ്ക് ഇല്ല. ഒരൊറ്റ മനുഷ്യന് മാസ്ക് ഇല്ല. ആകെ നിൽക്കുന്ന ആ ഒരു പോലീസുകാരെ മാത്രമാണ് ഞാൻ മാസ്ക് വെച്ച് കണ്ടുള്ളത് ഈ നാട്ടില്. പിന്നെ ദോഷം പറയുന്നല്ലോ, ഇവിടുത്തെ പോലീസുകാർക്ക് തങ്കോട്. കാരണം 4 പേരൊക്കെ ഫ്രണ്ട് കൂടി പോയിട്ടേ, ഒരു വണ്ടിയിൽ ഒരു ബൈക്കിൽ 4 പേര് പോയിട്ട് പോലീസുകാർ സലാം നമസ്തേ. ഇത് റോക്കി ബൈഡ് ആരെങ്കിലാണോ 4 പേര് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ സത്യം വെൽക്കം ടു ദ പാരലൽ വേൾഡ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് ഒന്നുമില്ല, നൈസായിട്ട് പോകുന്നുണ്ട്. പോലീസുകാരുടെ ഒരു സീനും ഇല്ല. ആർക്കാണ് എങ്ങനെയാണ് റോങ് പേര്.
കത്തിക്കാൻ തണുപ്പ് ഒരു രക്ഷയില്ല. നമ്മളങ്ങനെ കൊടൈ എന്താ റിസോർട്ട് പറയുക, കൊടൈ റിസോർട്ട് ഹോട്ടൽ. സംഭവം ആംബിയൻസ് ഒക്കെ ഉണ്ട്, പൊളി. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല കിട്ടില്ല. നിങ്ങൾ ഈ സമയത്തൊക്കെ വരാൻ റെഡിയായി നിങ്ങൾ നല്ല ഉണ്ടെങ്കിൽ ഇപ്പം ട്രൈ ചെയ്യട്ടോ. കൊടൈ നല്ല ട്രൈ പറ്റിയ ക്ലൈമറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പൂരി, പുട്ട്, സാമ്പാർ, ബജ്ജി, പിന്നെ ചോക്കോസ്. പാല് നീ ബ്രെഡ് ടോസ്റ്റ് ചെയ്തായിരുന്നാടാ? എങ്ങനെ ടോസ്റ്റ് ചെയ്ത്? അവിടെ ഇരുന്ന് അവിടെ നിന്ന് എടുത്തു. ആരോ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് അടിച്ചോണ്ടെന്ന് ഗോയ്സ്. അടുത്ത എതിരാളി ഗോകു ഞാൻ ചെസ് എത്തി. ഞാൻ ഇവിടെ ബ്ലാക്ക് നിക്ക് ചെസ്സിന്റെ നെല്ല് വിളിച്ചിട്ട് കളിക്കാറുണ്ടോ ഒത്തുകാരണ എന്റെ രാജാവ് കംപ്ലൈന്റ്. പാട്ട് പഠിച്ചെടുത്തോളാം. അങ്ങനെ രാവിലെ നിക്കളെ വന്നിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അറിയാതൊരു ത്രെഡ് പറഞ്ഞു. ഞാൻ ഖേദിക്കുന്നു പറഞ്ഞതിൽ എവനും ചലഞ്ച് പറഞ്ഞതിൽ ഞാനും ഖേദിക്കുന്നുണ്ട്. ഞാനും ഖേദിച്ചോളൂ. ഓക്കെ, ഞാൻ ഒരു പെർസ്പെക്റ്റീവ് ആയിട്ട് ഒരു കണ്ണാളി എന്റെ അടുത്ത് പറഞ്ഞ്, എടാ നമുക്ക് ഇവിടെ നിന്ന് എല്ലാവർക്കും ഒരു 10 കിലോമീറ്റർ റേഡിയസിൽ റാൻഡം ആയി ഡ്രോപ്പ് ചെയ്യാം. നിക്കിനെ ഡ്രോപ്പ് ചെയ്യും, കണ്ണനെ ഡ്രോപ്പ് ചെയ്യും, എന്നെ ഡ്രോപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഏത് സ്ഥലമാണെന്ന് അറിഞ്ഞുകൂടാ, നമ്മൾ എങ്ങനെ തിരിച്ചു വരണമെന്ന് അറിഞ്ഞുകൂടാ, ഫോൺ വിളിക്കാൻ പാടില്ല, വഴി നോക്കാൻ പാടില്ല, ആൾക്കാരുടെ അടുത്ത് ചോദിച്ചും നമ്മൾ കണ്ടുപിടിച്ചായിരിക്കണം തിരിച്ചു വരേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ അത്രയും പോരാ, പോകുന്ന വഴിക്ക് ഓരോരുത്തർക്കും 5 ടാസ്ക് വീതം കൊടുക്കും. 5 പേർക്ക് സെയിം ടാസ്ക് ആണ്. അപ്പൊ ഈ ടാസ്ക് ഏറ്റവും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് റൂമിൽ എത്തുന്നവർക്കായിരിക്കും ട്രോഫി. ആദ്യത്തെ ചലഞ്ച് പബ്ലിക്കായി കുളിക്കുക. രണ്ടാമത് ഒരു വീട്ടിൽ ചെന്ന് റാൻഡം വീട്ടിൽ ചെന്ന് ഫുഡ് മേടിച്ച് കഴിക്കുക. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എല്ലാം കൂടി ഒരു എക്സ്പ്രഷൻ കൊടുക്കണ്ടല്ലോ. അവസാനമായിട്ട് നടു റോട്ടിൽ ഷർട്ട് ഇല്ലാതെ ഡാൻസ് കളിക്കുക. 10 രൂപ ആൾക്കാരിൽ നിന്ന് ഇരന്ന് മേടിക്കുക. മൊത്തം വഴി ആൾക്കാരോട് തമിഴിൽ മാത്രം സംസാരിക്കുക. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഒരു തമിഴ് പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുക. ആ ചലഞ്ച് മാറ്റാൻ പറ്റുള്ള അത് മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും. തമിഴന്മാരുടെ കട്ടിയത് ഒരു ഭയമില്ലാത്ത എനിക്ക് വേണ്ടി എന്റെ ചങ്ക് പറിച്ചിരിക്കുന്ന ഗോക്ക് പറയുന്നത് 10 എന്താണ് 10 ടാസ്ക് ചെയ്തിട്ട് അതിൽ 5 എണ്ണം സെലക്ട് ചെയ്യും. ഇതിനാണ് പറഞ്ഞത് വടി കൊടുത്ത് അടിവാസി വടി. അല്ല, അതിന്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള 5 എണ്ണം എടുത്താൽ പോരെ, ഇഷ്ടമുള്ള 5 എണ്ണം എടുത്താൽ പോരെ. ഡിസ്റ്റൻസ് തീരുമാനിച്ചു. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. ഇവനില്ല ഈ 6 എണ്ണത്തിൽ 5 എണ്ണം ഒഴിവാക്കാത്ത രീതിയിൽ ഇനി എഴുതുന്ന സാധനങ്ങൾ ഘോരമായ സാധനങ്ങളാണ് ഇനി എഴുതത്തുള്ളൂ. സിമ്പിൾ ആയിട്ടാണ് എഴുതിയത്. ആണോ? തക്കരക്കുട്ടൻ. ആ സിമ്പിൾ സാധനം കേൾക്കണം. ആ സിമ്പിൾ സാധനം എനിക്കത് കേൾക്കണം. പറയും. ഒരു റാൻഡം ആയിട്ടുള്ള ഒരു മാമനെ ഇക്ലിയാക്കുക. ചിരിപ്പിക്കണം.
അത് ഇവിടുത്തെ റഷീദിക്കാണ്. ഇവിടെ പറഞ്ഞില്ല നിങ്ങൾക്ക് പൊങ്കൽ അല്ല ഇക്ലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ മാത്രല്ല അവന്റെ കൂടെ ഇത്രയും കിടന്ന് ചളി അടിക്കുക ചില്ലട്ടിരിക്കും ഒരുത്തിനോട് ഘോരമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു സിമ്പിൾ കുറച്ചുകൂടെ എത്രയും ഹാർഡായ പറഞ്ഞ സിമ്പിൾ ആയിട്ട് എഴുതാന്ന് പറഞ്ഞു. പബ്ലിക് ആയിട്ട് ഉറക്ക പാട്ട് പാടി ഡാൻസ് കളിക്കുക. നന്നായി ഇപ്പൊ ഞാൻ വന്ന് നോക്ക് 1 2 3 4 5 6 7 8 ടാസ്ക് ഉണ്ട് ഇപ്പൊ അതിനകത്ത് മൊത്തം. ഇതിനകത്ത് 3 ടാസ്ക് ചെയ്യണ്ട, 5 ടാസ്ക് ചെയ്യണം. ജയിക്കുന്ന ആൾക്ക് തോക്കുന്ന ആൾക്കാര് 1000 രൂപ വെച്ച് 2000 രൂപ കൊടുക്കുന്നത്. ഈ കാശ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ്? കാശ് നമ്മളെ കാണത്തില്ല, കാശൊന്നും കാണത്തില്ല. 100 റുപ്പീസ് ആണോ? 100 rupees just in case of emergency, only in case of emergency. 100 rupees. 8 ടാസ്കുകൾ, 3 കണ്ടസ്റ്റൻസ്, 5 കിലോമീറ്റർ റേഡിയസിൽ, വൈകുന്നേരം 5 മണിക്ക് മുന്നേ എത്തിയില്ല ഡിസ്ക്വാളിഫൈഡ്. Okay. എല്ലാവരും 5 മണിക്ക് തന്നെ തിരിച്ച് റിസോർട്ടിൽ എത്തിച്ചേരുക. അവിടെ ബ്ലൈൻഡ് ഫോൾഡിനാക്കി കെട്ടി നിങ്ങളാ എങ്ങോട്ടോ പൊക്കോണ്ടിരിക്കാണ്. അമ്മച്ചിയാണ് അത്യൊന്നും കണ്ടുകൂടാ, നിനക്കാണാമല്ലോ. അയ്യോ ആ കൂളിംഗ് ഗ്ലാസിന്റെ മോളിൽ കൂടി ആ ഗ്ലാസ് എന്ത് പ്രയോജനമാണ് തനി, കൂളിംഗ് ഗ്ലാസിന്റെ മോളിൽ കൂടി കണ്ടാണ് ഗ്ലാസ്. മാസ്ക് മാസ്കിന്റെ മുകളിൽ ഗ്ലാസ് വെച്ച് നോക്കിയായിരുന്നു, ഇത് ഗ്ലാസിന്റെ മുകളിൽ കൂടി മാസ്ക്. വെറൈറ്റി ഉണ്ട്. പാടാണ് കാർത്തി, നീ ഇറങ്ങണം. കണ്ണെട്ടി ഓടാറോ ഇവനാണെന്ന് വിളിക്കണ്ടേടാ. ഈ സ്ഥലം ഏതാണ് ഞാൻ കറന്നു വിടാം. അപ്പൊ ഓടോ ഇവൻ കളിച്ചിട്ട് നീ ഏതാണ് എടുത്തേക്കണ? അപ്പൊ അതാണ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ പറയണമെങ്കിൽ ചെയ്യണം, നീ നിനക്ക് കിട്ടാൻ നീ കണ്ടെങ്കിൽ ചെയ്യണം, മനസ്സിലായോ? ഓ ശരി. അല്ല പറഞ്ഞില്ല. അപ്പൊ ഓടോ ഇവൻ ഇവൻ. അപ്പൊ ഞാൻ അപ്പൊ ഇറങ്ങിക്കോണ്ട. അപ്പൊ എനിക്ക് മാസ്ക് വരാല്ലേ? നീ അല്ല, നീ ഇറങ്ങിയിട്ട് മാസ്ക് ഊരിയാ മതി. ഞങ്ങൾ കാറ് പോയിട്ട് ഊരിയാ മതി. കാർത്തിയെ വിട്ട് നമ്മൾ ഇറങ്ങാണ് വണ്ടിന്ന്. കാറ് പോയിട്ട് തുറന്നാ മതി. ഞാൻ തുറന്നു. സ്ഥലം എങ്ങനെയുണ്ട്? എന്തിനാ ചോദിച്ചപ്പോ നമ്മൾ നിക്കണ സ്ഥലം ഞാൻ കണ്ടുപിടിച്ച്. കുറിഞ്ഞി ആണ്ടവർ കോയിൽ സ്ട്രീറ്റ്, കൊടൈക്കനാൽ. ആണ്ടവ കാത്തോണേ. എത്ര കിലോമീറ്റർ ഇருக்கு? 2 കിലോമീറ്റർ പോണം. കൊള്ളവർക്ക് കുളിച്ചാ വഴക്ക് പറയുമോ? വിട മാട്ടാങ്ക. குளிக்கிறதுக்கு ചോദിച്ചേ. குளிக்கிறதுக்கு ஏதாவது இடம் இருக்கா? குளிக்கல, சில்வர் பால்ஸ் இருக்கு, அங்கேயும் குளிக்க விட மாட்டாங்க. பைப் எங்க இருக்கா? பைப் பப்ளிக் பைப் எங்க? பைப் கீழ இருக்கு. கீழ கொடை ரிசார்ட் அண்ட் ஹோட்டல் எங்க இருக்கு? பஸ் ஸ்டாண்ட் பக்கத்துல. எங்க எத்தனை கிலோமீட்டர் இருக்கு? அது 3 கிலோமீட்டர். 3.5 கிலோமீட்டர் இருக்கு. அந்த போன വഴി താനെ இந்த പൈപ്പ്? ஆமா. കൊടൈക്കനാൽ ടൗൺ അങ്ങോട്ടാണെന്ന് പറഞ്ഞ ബോർഡുണ്ട്. അതുകൊണ്ട് വഴിയൊന്നും തെറ്റിയിട്ടില്ലെന്ന് ഉറപ്പായി. ചലഞ്ച് പോലും ചേർന്നുള്ള ഉദ്ദേശത്തിൽ കൊണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. നടന്നിങ്ങനെ 1 കിലോമീറ്റർ ആയിക്കോളൂ ഇപ്പൊ നടന്ന്. ഇതുവരെ ഞാൻ ഇതേണക്ക് തെന്നി അരച്ച 1-2 ആൾക്കാരെ പോണല്ലാതെ അത് തന്നെ ഇപ്പാണ് കാണുന്നത്. പബ്ലിക്കായിട്ടുള്ള ചലഞ്ച് എന്നിട്ട് ആളെ കാണാതെ എങ്ങനെ പറ്റും തീർക്കാനാണ്? ഇവരത്തൊക്കെ 10 രൂപ ചോദിക്കാൻ പോലും ഒക്കൂല, കണ്ടിട്ട് തന്നെ പോകാൻ തോന്നുന്നു. ഒരു കാര്യമില്ല ഗൈസ്, ചുമ്മാ നടക്കാൻ അത്രേ ഉള്ളൂ. 10 രൂപ എടുക്കാം, വണ്ടിക്ക് പോയില്ല. 10 രൂപ എടുക്കാം. കൊടൈ റിസോർട്ട് പോകണം. കൊടൈ റിസോർട്ട് പോകണം. എത്ര കിലോമീറ്റർ ഇருக்கு ഇങ്ങനെ? ലൈഫിലെ വിലപ്പെട്ട ഒരു 10 രൂപയാണ്. സോ നമ്മൾ ഒരു ടാസ്ക് ഒഫീഷ്യലി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. മെയിൻ റോഡ് കൊടൈ ഹോട്ടൽ റിസോർട്ട്.
പുള്ളിക്കാരൻ റൈറ്റ് ആണ് പോണത്. നമുക്ക് പോകേണ്ട സ്ഥലം ലെഫ്റ്റ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. നല്ലൊരു മനുഷ്യൻ താറൊക്കെ നിർത്തുന്നു. ബിഗ് ഷൗട്ട് ഔട്ട്. എന്തായാലും കുറച്ചെന്താണ് கொஞ்சம் മതിയമ്മ. താങ്ക്സ് ഇവിടെ ഉക്കാരമ്മ രണ്ടാം ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. വീടാണ് അന്ന് ചോദിച്ചതിനാണ് പ്രാണൊന്നുമല്ല. നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം. കിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ നാട്ടിൽ നമ്മൾ കേരളത്തിലുള്ളേക്കാട്ടിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. വന്നു ഫുഡ് കിട്ടുമെന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ വരാൻ പറഞ്ഞു. ഫുഡ് തന്നു. ഇവിടെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. നല്ല ആൾക്കാരാണ്. തീർച്ചയായിട്ടും തമിഴ്നാട് നല്ലൊരു ചലഞ്ചായിരുന്നു. ഒരു വ്യത്യസ്തമായ ചലഞ്ചായിരുന്നു എന്ന് പറയാം. ഇപ്പോഴാണ് ഒരു അത്യാവശ്യം ആളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് എത്തണത്. ഇവിടെ ഇങ്ങനെ ഉടുപ്പില്ല ഡാൻസ് കളിച്ചാൽ എന്നെ കുനിച്ചിട്ട് ഒരു കൂമ്പിനിരിക്കും. ഇടി കിട്ടുന്ന സംശയം ഇടിച്ച് ഉറക്കും. നേരെ വാ. ஸ்ட்ரைட்டாக போய் ஃபஸ்ட்டு லெஃப்ட்டு போகணும். ഫസ്റ്റ് ലെഫ്റ്റ് പോകണം. போனால் போலீஸ் ரவுண்டான வரும். പോലീസ് റൗണ്ട്. அதுலேருந்து ஸ்ட்ரைட்டாக ஏறினோம்னா பஸ் ஸ்டாண்டு வரும். பஸ் ஸ்டாண்டுக்கு பேக் സൈഡ്. ബസ് ബാക്ക് സൈഡ്. ബസ് സ്റ്റാൻഡിൽ എന്തിനാണ് അത് നമുക്ക് ഇനിയിപ്പോൾ നിക്കിനെന്ന് വിളിച്ചു നോക്കാം. അവരെന്താണ് അവസ്ഥ ജസ്റ്റ് വിളിച്ചു നോക്കാം. വെള്ളച്ചാട്ടത്തിലാ? ആ കുളിക്കാനാ? കുളിക്കണത് വെള്ളച്ചാട്ടത്തിലല്ല, പബ്ലിക്കായിട്ടൊന്ന് വിളിക്കണം. അണ്ണാ വേണ്ട ടാക്സി വേണ്ട ടാക്സി വേണ്ട. ഇല്ല ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചത് മഷ്റൂം വേണമെന്നാണ്. ആസ് പെർ മൈ നോളജ് മഷ്റൂം ഇസ് സം കൈൻഡ് ഓഫ് ഡ്രഗ് അവൈലബിൾ ഇൻ കൊടൈക്കനാൽ. ഞാൻ ടാക്സി എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ വീഡിയോ കണ്ടാണ് മനസ്സിലാവും ഞാൻ പൊക്കോ എന്ന് പറയുന്നത്. ബട്ട് എന്നെ വിളിച്ച് ഡോറ് തുറന്നിട്ട് ഡോർ വേണ്ടെന്ന് അടച്ചപ്പോഴും പുള്ളിക്കാരൻ വീണ്ടും തുറന്നിട്ട് മഷ്റൂം വേണമെന്നാണ് ചോദിച്ചത്. ഇങ്ങനെ ഒരു സൈഡും നമ്മൾ പോകുന്ന എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഇപ്പോൾ ഗോവയിലാണെങ്കിലും എവിടെയാണെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിൽ ഇങ്ങനെ ഒരു ബാക്ക് സൈഡൂടെ ഉണ്ട്. സോ ആരാണെങ്കിലും ജസ്റ്റ് ബി വെയർ. ആവശ്യമില്ലാത്ത പണികളിൽ നിന്ന് പോയി എടുത്ത് പണികൾ വാങ്ങിക്കരുത്. ഒരു സ്വന്തം ഒരു സഹോദരൻ പറയുന്നവരെ കാണാം. 1 കിലോമീറ്റർ ഇത് ലേക്ക് റൗണ്ട് 6 കിലോമീറ്റർ സുത്തണം. ഇതാണ് കൊടൈക്കനാൽ ലേക്ക് റൗണ്ട് എന്ന് പറയും. ഇവിടെ ഈ റൗണ്ട് മൊത്തത്തിൽ 6 കിലോമീറ്റർ ഉണ്ട്. 6 കിലോമീറ്റർ ചുറ്റാൻ ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമുക്കൊന്ന് കുറച്ച് നടന്നിട്ട് വല്ല ആളുള്ള സ്ഥലം ഉണ്ടോ എന്ന് നോക്കി നമുക്ക് ആ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഈ പറഞ്ഞപ്പോ ഞാൻ പിന്നെ നോക്കണ്ടേ ഇനിയിപ്പോ അതല്ലേ ആണോ ഡൗട്ട് ഉണ്ട്. പക്ഷെ മീശിനടിയൊക്കെ തന്നെ അതാണ്. നിങ്ങൾ കളിച്ചല്ല പബ്ലിക് പാട്ടുണ്ടാ? പാട്ട് ഫോണിടെ ഏതാ പാട്ടുണ്ടോ? ഏത് പാട്ടോ നീ? തമിഴ് പാട്ട് പാട്ട് പാടേ വേണം. അത് പാട്ട് വേണം. പാട്ടിന്റെ കൂടെ പാടൂലേ? നമ്മൾ വീടിന് നേരത്തെ ചിറ്റിയപ്പോൾ ഒരു 10 രൂപ കിട്ടിയായിരുന്നു നമുക്ക്. അപ്പോൾ വഴിയിൽ ആളിരുന്നിട്ട് പൈസ വെച്ച് എൻ്റെ ചില്ലറ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ എമൗണ്ട് ഞാൻ അവർക്ക് കൊടുക്കുകയാണ്. നാളാളയിട്ടാലത് നടത്തിടുവേ എവിടെ പോണ്ടാ? പാട്ട് പാടുവാ? പാട്ട് പാടാറ് தெரியுமா? എനിക്ക് தெரியாது. உங்களுக்கு தெரியுமா? பாட்டு பாடுறது நல்ல வந்து எனக்கு வேலைக்கு வர போறாரு. ഒത്തില്ല. എന്താണ് ഒത്തില്ല? என்ன பாட்டு பாடு? என்ன பாட்டணும் பாடு? என்ன தாளம் போட? என்ன பாட்டு பாடு? என்ன தாளம்? என்ன தாளம் போட? ഓടി ചത്തം. அந்த ஓடி சத்தனை எனக்கு படிச்சாங்க. மாதிரி படிச்சாங்க. என்ன பாட்டு? But why? என்ன பாட சொல்லாதே நான் കണ്ടവടി പാടി കൂടിയേ. നീ എങ്ങനെ അഭിനയിച്ചരാ? ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അന്ത വഴിയോ? നീന ചിരിക്കുമാ.
നിങ്ങളൊക്കെ എന്നിട്ട് അവിടെ കയറാൻ പറഞ്ഞു നമ്മളെ മച്ചാൻ ആക്കിത്തരാന്ന് പറഞ്ഞിട്ട് മച്ചാൻ നമ്മളെ നമ്മൾ എത്തിയിരിക്കുകയാണ് കൊടൈ ഹോട്ടൽ ഇങ്ങനെ എത്തിക്കണേ. താങ്ക്സ് അണ്ണായി ഉങ്ക പേര് ഒരു വട്ടം കൂടി சொல்லுமா നാട്രായൻ താങ്ക്സ് അണ്ണായി ആരും എത്തിയിട്ടില്ല. 4:43 5 മണി വരെയാണ് ആദ്യം ടൈം പറഞ്ഞിരുന്നത്, പിന്നെ അത് 6 ആക്കി കൂട്ടി. സ്റ്റിൽ വി മാനേജ്. എന്റെ ഫസ്റ്റ് എവർ എക്സ്പീരിയൻസ് ആയിരുന്നത്. വെറൈറ്റി അല്ലേ? കാരണം ഞാൻ ഇത്രയും കാലം എന്ത് കന്നന്തിന്റെ പരിപാടി ചെയ്യാണെന്നെങ്കിലും ഇവന്റെ കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് സപ്പോർട്ട് ഉണ്ട്. ബാക്ക് സപ്പോർട്ട് തന്നെ ഇവൻ കയറി ഫ്രണ്ട് ലീഡ് ചെയ്തോളാൻ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന നടത്താൽ മതി. ബട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ദൂരം വന്ന് ഇവരെങ്ങനെ വന്നു? അവിടെ ഉണ്ട് വിട്ടില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണിയുള്ള സ്ഥലം പോയത് അത് ലാസ്റ്റ് ഇവിടെ എത്താറയപ്പോ ഞങ്ങളേത് ഓണക്കറ പോലെ ഇത് എന്തോന്ന് മഷ്റൂം ബിരിയാണിയും എന്തെങ്കിലും HD ആയിട്ട് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും കളർഫുൾ ആയിട്ട് ഈ പാട്ട് അറിയാൻ പാടിയിരുന്നടാ തങ്കമാട്ട. അതെനിക്ക് അറിയായിരുന്നു വരി. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് ഏതൊക്കെ ഈ നായണ അത് മലയാളം പാട്ടാണ്, പാടാൻ പറ്റൂല. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഒരു എന്റെ ആദ്യത്തെ ചലഞ്ച് വീഡിയോ ആണ്. ആക്ച്വലി അതിന്റെ കൂടെ ഒരു ട്രിപ്പ് വീഡിയോ എല്ലാം ഫസ്റ്റ് എവർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ആൻഡ് ലൈക്ക് നമ്മുടെ ആസ് യൂഷ്വൽ ആയിരുന്നു എന്റെ ബ്ലോഗിങ്ങിന് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഗോക്ക് ഇവിടെ എന്താ പിടിച്ചോണ്ടിരിക്കുന്നത്? എന്താ ഗോക്കയില് അതിങ്ങനെ അത്രയും പറഞ്ഞോണ്ട് നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ വീഡിയോ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കിഡിക്കൻ ട്രിപ്പാണ്. താങ്ക് യു സോ മച്ച് നിക് മച്ചാനെ ഫോർ പ്ലാനിങ് ദ ട്രിപ്പ് ആൻഡ് ഇൻവൈറ്റിംഗ് മീ. നൈസ് ഒരു വ്ലോഗ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ കൂടുതൽ വ്ലോഗ്സ് ആയിട്ട് വരാം. അതുവരേക്കും ദിസ് വൈപ്പേഴ്സ് ആൻഡ് യുവർ ഫ്രണ്ട് കൂടെ നമ്മൾ കാർത്തിക് സൂര്യ, നിക് വ്ലോഗ്സ്, നമ്മൾ ഉണ്ണി ആൻഡ് മാസി ഗോക്കൊപ്പം കീപ് സപ്പോർട്ടിങ്. ഓക്കെ ബൈ. ഉണ്ടുണ്ടായി ரொம்ப പണി അയ്യാ നമ്മള് കൊടയിൽ കയറിക്കൊണ്ടുമ്പോഴത്തേക്ക് നമ്മളെ എന്റെ മച്ചന്മാര് കൊടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. എന്നെ കണ്ടപ്പോഴത്തേക്ക് എന്നെ കണ്ട് മനസ്സിലായതേ ഭാഗ്യം. പേരെന്തായിരുന്നു? വണ്ടിയുടെ ക്ലച്ച് നാറണം എന്ന് പറയുമ്പോൾ ക്ലച്ച് നാറണം എന്ന് പറഞ്ഞു. ഉടനെ ഇവങ്ങനെ അന്തം വിട്ടിട്ട് ആണോ ഉടനെ എന്ന് പറഞ്ഞ ആ ക്ലച്ച് നാറുന്നു. കാർത്തിക് നാറുന്നു നോക്കട്ടെ. അവിടെ കരിഞ്ഞു നോക്കൂടെ? ഇത് ക്ലച്ചാണ്, ഇത് ബ്രേക്കല്ലേ അല്ലെങ്കിൽ തന്നെ ഞാൻ എങ്ങനെ കൊടൈക്കനാലിൽ എത്തിയാട്ടോ. നിൽക്കുമ്പോ ഒരാൾ സ്ട്രോ ഉണ്ടോ? കപ്പിൽ നമ്മളെ ലിപ്പ് ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പറ്റില്ല. നല്ല ഉറിഞ്ചുവല്ലോ. കാഞ്ഞിരപ്പള്ളിയിൽ എന്തും വിളയും. അല്ല, ട്രിവാൻഡ്രത്ത് എന്തും. ഹാഷ്ടാഗ് ട്രിവാൻഡ്രം. ആ കൂട്ടത്തെ ആലപ്പുഴ ഹാഷ്ടാഗ് ആലപ്പുഴ. USA ആലപ്പുഴക്കാരെ ഉള്ള കാര്യം പറയാം കേട്ടോ. അയ്യോ ഗൈസ്, ആലപ്പുഴക്കാരാണ്. ഇത് ആലപ്പുഴ ഉള്ള അല്ല, ഇത് എവിടെ നിന്നാണ് പറഞ്ഞു വീണതാണ്. ആലപ്പുഴക്കാരുടെ ബഹുമാനം തന്നെയാണ്. പക്ഷേ ഈ ആലപ്പുഴക്കാരനോടാണ്, ആലപ്പുഴയോടും ആലപ്പുഴക്കാരോടും ആലപ്പുഴ ഫുഡിനോടും എല്ലാം ബഹുമാനം തന്നെ. പക്ഷെ ഈ മോളിൽ കൂടി ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടപ്പം പറഞ്ഞു വീണ് ഇവൻ ആലപ്പുഴക്കാരനായി പോയതിനുള്ള ഈ ആലപ്പുഴക്കാരുള്ളൂ.